അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരിശുദ്ധമായ ഇസ്ലാം അത് ശക്തമായ അടിത്തറയുള്ള ഒരു മതമാണ്. പതിറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളിലൂടെ കടന്നു വന്ന് നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്ന ഈ പരിശുദ്ധമായ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരിലൂടെയാണ് നമുക്ക് കൈമാറി തന്നത്. അമ്പിയാക്കന്മാർ അവർ പാപ സുരക്ഷിതരായ ആളുകളാണ്. അവർക്ക് ശേഷം പണ്ഡിതന്മാരാണ്. അമ്പിയാക്കന്മാരുടെ കാലശേഷം ഇമാമുകളാണ് ഈ മഹത്തായ ദീനിനെ കൈകാര്യം ചെയ്തത്. അവർ നമുക്ക് കൈകാര്യം ചെയ്ത് തന്നപ്പോൾ വളരെ ശക്തമായ ഉസൂലുകളുടെ പുറത്താണ് ഈ പരിശുദ്ധമായ ദീനിനെ നമുക്ക് കൈമാറിയത്. എന്നാൽ ആരെങ്കിലും ഈ ഉസൂലിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഓരോ കാര്യവും അബദ്ധമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അഹ്ലുസുന്നയുടെ അടിസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇവിടെ സലഫികൾ പല വിചിത്രവാദങ്ങളും അവതരിപ്പിക്കുകയുണ്ടായി. സലഫികൾ മാത്രമല്ല, ഇസ്ലാമിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പുത്തൻവാദികളും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമുക്കൊരു പുതിയ പുത്തൻവാദം കേൾക്കാം, ഒരു പുതിയ വിചിത്രവാദം. സാധാരണ പ്രവർത്തിക്കുന്നത് നമ്മളാണ്, സൃഷ്ടിക്കുന്നത് പഠിച്ചവനാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നു, കേൾക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഫാഇൽ നമ്മളാണ്. ആ പ്രവൃത്തി നമ്മിൽ സൃഷ്ടിക്കുന്നവൻ അല്ലാഹു തആലയാണ്. എന്നാൽ മുഅ്തസിലികളും ഖദരികളൊക്കെ പറഞ്ഞതാണ് നമ്മളാണ് സൃഷ്ടിക്കുന്നത്, അല്ലാഹുക്ക് ഒരു പങ്കുമില്ല എന്നാണ്. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചങ്ങ് വിട്ടു. പിന്നെ മനുഷ്യനാണ് എല്ലാം ചെയ്യുന്നത്, അല്ലാഹുക്ക് അത് റോളില്ല. അവിടെ സൃഷ്ടാവ് മനുഷ്യനാണ്, അവർ പ്രവർത്തിക്കുന്നതും മനുഷ്യനാണ് എന്നാണ് മുഅ്തസിലികളുടെ ഒക്കെ ബേസ്. എന്നാൽ അഹ്ലുസുന്ന പറഞ്ഞതല്ല, സൃഷ്ടാവ് അല്ലാഹയാണ്. അപ്പൊ ഞാൻ കൈ ഉയർത്തുന്നു, ഈ പ്രവൃത്തി എന്നിൽ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, ഇത് പ്രവർത്തിച്ചവനോ ഞാനാണ്. എന്ന കറാമത്തെ മുഅ്ജിസത്തിലോ സൃഷ്ടിക്കുന്നതും അല്ലാഹുവാണ്, അത് പ്രവർത്തിക്കുന്നതും അല്ലാഹുവാണ്. ഇയാൾക്കത് റോളില്ല. മൂസാ നബി ഇസ്ലാം വടി താഴെ ഇട്ടു, സർപ്പമായി മാറി. വടി താഴെ ഇടുക എന്ന പ്രവൃത്തി മൂസാ നബിയിൽ പഠിച്ചത് അല്ലാഹു തആല. ആ വടി താഴിട്ടപ്പോൾ അതിൽ പാമ്പായി മാറ്റുക എന്നതോ അത് ചെയ്തതും അല്ലാഹു തആല. മൂസാ നബി അത് വടിയെ പാമ്പാക്കിയിട്ടില്ല, വടിയെ പാമ്പാക്കാനുള്ള കഴിവ് അല്ലാഹു തആല നൽകിയിട്ടുമില്ല. ഇതാണ് വ്യത്യാസം. ഇത് രണ്ടും കൂട്ടിക്കുഴച്ചുകൊണ്ട് എല്ലാം ഒരുപോലെ. അപ്പൊ സാധാരണക്കാർ തോന്നും അത് ശരിയാണല്ലോ, നമ്മൾ ചായ ചോദിച്ചാലും അല്ലാഹുവിന്റെ കഴിവുണ്ട്, അവൻ വൈദേശികളോട് സാധനം ചോദിച്ചാലും അല്ലാഹുവിന്റെ കഴിവുണ്ട്, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പൊ റബ്ബിന് മാത്രം ഖാസായ കഴിവിനെ ശൈഖിലേക്ക് ചാർത്തുകയും എന്നിട്ട് ഈ ന്യായം പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വന്നത്, മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അവരുടെ മുഅ്ജിസത്ത് കറാമത്ത് വെളിവാക്കുന്നതിൽ അവർക്ക് യാതൊരു ചോയ്സും ഇല്ല. ഇത് അഹ്ലുസുന്നയുടെ വാദമാണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതാണ് ഏറെ രസം. എന്നാൽ അഹ്ലുസുന്നയുമായിട്ട് ഈ വാദത്തിന് ബന്ധമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് കറാമത്ത് മുഅ്ജിസത്ത് പല രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ അവർക്ക് അവരുടെ ചോയ്സോടുകൂടെ ഇഖ്തിയാറോടുകൂടെ ചെയ്യാൻ, യഥേഷ്ടം ചെയ്യാനുള്ള ഒരു ചോയ്സും കൊടുത്തിട്ടുണ്ട് എന്നത് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ വളരെയധികം സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ അഹ്ലുസുന്നയുടെ അടിസ്ഥാനങ്ങളൊക്കെ വളരെ ശക്തമാണ്, വളരെ ഭദ്രമാണ്. അതിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ അത് പുത്തൻവാദം തന്നെയാണ്. നമുക്ക് അതിന്റെ ഒരു വലിയ തെളിവാണ് ഈ വാദം. നമുക്ക് നോക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബിക്ക് കൊടുത്ത ഒരൊറ്റ ഒരു മുഅ്ജിസത്ത്, അതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ ഇദ്ദേഹത്തിന്റെ ഈ വാദം അങ്ങ് പൊളിഞ്ഞു പോകും. വലി സുലൈമാന റീഹ ആസിഫതൻ തജ്രി ബിഅംരിഹി ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ വകുന്നാ ബികുല്ലി ഷൈഇൻ ആലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സുലൈമാൻ നബിക്ക് ഞാൻ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബിയുടെ മുഅ്ജിസത്തായിട്ട് തജ്രി ബിഅംരിഹി, സുലൈമാൻ നബിയുടെ കൽപ്പനയ്ക്കനുസരിച്ച് സഞ്ചരിക്കുന്ന കാറ്റ്. അപ്പൊ സുലൈമാൻ നബി എങ്ങനെയാണോ ആ കാറ്റിനോട് സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ആ കാറ്റ് ആയിത്തീരുകയാണ്. ഈ രൂപത്തിൽ അല്ലാഹു തആല അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി ഇത് ഒരുപാട് ആയത്തുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടായിരിക്കെ ഇദ്ദേഹം പച്ചയായിട്ട് ഈ ഖുർആനെതിരെയാണല്ലോ പറയുന്നത്. തജ്രീബി അംരിഹി എന്ന് പറഞ്ഞത് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൽപ്പന അനുസരിച്ച് സഞ്ചരിക്കുന്ന കാറ്റ് വളരെ വ്യക്തമായിട്ടാണ്. സുലൈമാൻ നബിക്ക് ഈ മുഅ്ജിസത്തിൽ ചോയ്സ് ഇല്ലെങ്കിൽ, ഇഖ്തിയാർ ഇല്ലെങ്കിൽ, ആ പറഞ്ഞ ആ ആയത്തിന്റെ ആ അർത്ഥം എന്ത് ചെയ്യും, ആ വാക്ക് എന്ത് ചെയ്യും? അംരിഹി എന്ന് പറയുമ്പോൾ സുലൈമാൻ നബിയുടെ കൽപ്പന അനുസരിച്ച് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്, എന്നാൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ചോയ്സും ഇല്ല. അത് വളരെ വിചിത്രമാണ്. ഇനി ഇതിന്റെ തഫ്സീറുൽ റാസി നോക്കും. അതെ,
ലോക പ്രശസ്ത തഫ്സീറിന്റെ ഗ്രന്ഥമാണല്ലോ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. അതിൽ ഇതിനെക്കുറിച്ച് പറയാണ്, ഈ ആയത്തിനെ കുറിച്ച് പറയാണ്, ജഅൽനാഹാ ത്വാഇഅതൻ മുൻഖാദതൻ ലഹ്. ഈ കാറ്റിനെ അള്ളാഹ് പറയാണ്, ഞാൻ ഈ കാറ്റിനെ സുലൈമാൻ നബിക്ക് എന്താണ് വഴിപ്പെടുന്ന അനുസരിക്കുന്നതാക്കി മാറ്റിയിരിക്കുന്നു, ആക്കി കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിനെ വിശദീകരിക്കുക, ബിമാന അന്നഹു ഇൻ അറാദഹ ആസിഫതൻ കാനത് ആസിഫ. സുലൈമാൻ നബി അതിശക്തിയായി സഞ്ചരിക്കണം എന്ന് ഈ കാറ്റിനോട് നിർദ്ദേശം കൊടുക്കുമ്പോൾ സുലൈമാൻ നബി അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ അങ്ങനെ സഞ്ചരിക്കുകയാണ്. വൈൻ അറാദഹ ലയ്യിനതൻ കാനത് ലയ്യിന, വളരെ മൃദുലമായ രൂപത്തിൽ സഞ്ചരിക്കണം എന്നാണ് നിർദ്ദേശമെങ്കിൽ അങ്ങനെ, അഥവാ സുലൈമാൻ നബി എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് ഈ മുഅ്ജിസത്ത് ഇവിടെ പ്രകടമാകുന്നത് എന്ന് വളരെ വ്യക്തം. ഇവിടെ നമ്മളെ ഇപ്പൊ ഇഖ്തിയാർ എന്നതിനെ വേണമെങ്കിൽ സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങളാണ് ഇമാം റാസി അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അറാദഹ, അറാദഹ. ഇൻ അറാദഹ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ ഉദ്ദേശിക്കാൻ പറ്റണമെങ്കിൽ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ടവർക്ക് ചോയ്സ് ഉണ്ടായിരിക്കും. അഥവാ അദ്ദേഹം ആദ്യത്തെ ഭാഗത്തിൽ പറയണ്ടല്ലോ, കൈ ഉയർത്താൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ കൈ ഉയർത്താൻ പറ്റുന്നു, പക്ഷേ ഇത് സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. ഇതേപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഉദ്ദേശിക്കുമ്പോൾ കാറ്റിങ്ങനെയാകും, സഞ്ചരിക്കുന്നു. അത്ര വ്യക്തമാണ്. എന്നിട്ട് പറയാം, ഇത് തമ്മിൽ ഒരു ബന്ധമില്ല. ഏത് പരിശുദ്ധ ഖുർആനോട് എതിർക്കുന്ന ഒരു രൂപമായി വരികയാണ്. അഹ്ലുസുന്നയുടെ വാദം എന്ന് പറഞ്ഞ് സമർത്ഥിക്കുന്നത് ഒരിക്കലും അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഖുർആനോട് ഒരു നിലയ്ക്കും പരിചയമില്ലാത്ത വാദം. ഇനി നോക്കൂ, മറ്റൊരായത്ത് നോക്കൂ, സൂറത്തുൻ നംലിൽ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഒരു വലിയൊരിക്കലും തൻ്റെ കറാമത്ത് വെച്ച് നമ്മളിപ്പോൾ പറയുന്ന പോലെ ഞാൻ എന്ത് ചെയ്യാം ഉസ്താദിന് ഇത് എടുത്തു തരാം എന്ന് ഞാൻ പറയുന്നത് പോലെ ഒരിക്കലും തന്നെ ഒരു വലിയന് തന്റെ കറാമത്ത് കൊണ്ട് ഞാൻ ഇന്ന കാര്യം ചെയ്തു തരാം എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഈ വാദത്തിൽ നിന്ന് വരിക. എന്നാൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംല് 40-ാമത്തെ വചനം എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട ആസിഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന മഹാവലിയന്റെ കറാമത്ത് വിശദീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എത്രയും പെട്ടെന്ന് എന്നിലേക്ക് ആരാണ് കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സിലെ ഏറ്റവും ശക്തവാന്മാരായ ജിന്നുകൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് അത് വേഗം ഉൾക്കൊള്ളാൻ പറ്റും. കാരണം ജിന്നുകളെ കുറിച്ച് കൂടുതൽ ഗവേഷണം ഇവരെ മറ്റ് ഇവരുടെ വിഭാഗങ്ങൾ ഇവരെ കളിയാക്കാറുള്ളത്. എന്തായിക്കോട്ടെ, ആ ജിന്നുകളെ വരെ തോൽപ്പിച്ചിട്ട്, അഥവാ ജിന്നുകൾക്ക് ഇങ്ങനത്തെ കഴിവൊക്കെ പറ്റും, ഔലിയാക്കൾക്ക് മഹാന്മാർക്കാണ് പറ്റാത്തെന്നുള്ള ഒരു വാദം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ് ഇവർ. എന്തായാലും ആ ജിന്നുകളുടെ ഏറ്റവും വലിയ നേതാവാകുന്ന ഇഫരീത്തിനെ പോലും തോൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വലിയ ആസിഫ് ബിൻ ബർഖിയ പറയാണ്, ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. ഓ സുലൈമാൻ നബിയെ, അങ്ങയുടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ മുമ്പ് ആ സിംഹാസനം ഞാൻ കൊണ്ടുവരും എന്ന് പറയുന്നത് ഒരു വലിയാണ്. അന ആതീക ബിഹി, ഞാൻ കൊണ്ടുവരും. അതെങ്ങനെ പറയാൻ പറ്റുക? ഇവർ പറഞ്ഞതനുസരിച്ച് അത് പറഞ്ഞതുപോലെ ഒരു കറാമത്ത് എന്ന് പറയുന്നത് അതിന്റെ ഹൽക്കും ഫിയലും അള്ളാഹുവിൻ്റെതാണെങ്കിൽ ബഹുമാനപ്പെട്ട വലിയ അദ്ദേഹത്തിലേക്ക് ചേർത്തി പറഞ്ഞാൽ അദ്ദേഹം കള്ളനായി മാറിയില്ലേ? അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റും. അതൊരിക്കലും അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ആ കറാമത്ത് അവിടെ പുലരരുതല്ലോ. അതെ, അപ്പൊ നമ്മൾ കൈ ഉയർത്തുമ്പോൾ ഞാൻ എൻ്റെ കൈ ഉയർത്തി എന്ന് പറയുന്നത് ഞാൻ അതിന്റെ ഫായിലായതുകൊണ്ടാണ്. എന്നാൽ എനിക്ക് തന്നെ ബോധ്യമുണ്ട് അത് ചെയ്യുന്നത്, അഥവാ അത് ഹൽക്ക് ചെയ്തു തരുന്നത് അള്ളാഹുവാണെന്ന ബോധത്തിൽ തന്നെയാണ്. മുഴുവനും ഹൽക്ക് ചെയ്യുന്നത് അള്ളാഹുവാണെന്ന ബോധത്തിൽ. കണ്ണൊന്ന് ചിമ്മി തുറന്നു നോക്കിയപ്പോ അതാ മുന്നിൽ തന്നെ സിംഹാസനം ഇരിക്കുന്നു. അപ്പൊ പറഞ്ഞു, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ആത്യന്തികമായി എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, എന്തിനാ നമ്മൾ പേടിക്കേണ്ട ആവശ്യം? ഈ ഖുവ്വത്ത് പൂർണ്ണമായിട്ടും എല്ലാ ശക്തികളും അള്ളാഹുവിന്റെ. എല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഇനിയിപ്പോ ഈ കറാമത്തും മുഅ്ജിസത്തും നമ്മളുടെ സാധാരണ ചോയ്സും തമ്മിൽ കൂട്ടിക്കലർത്തി എന്നതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ഇദ്ദേഹം എന്ത് ചെയ്യും? വളരെ വ്യക്തമല്ലേ? അവിടെ വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇദ്ദേഹം ഈ മഹാന്റെ പേരിൽ ഒരു ആരോപണം കൂടി നടത്തൽ ഇതിൽ വരും. ശരിക്കും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇത്രയും വലിയ ആയിട്ടുള്ള ഈ മഹാൻ പൂർണ്ണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലില്ല. അദ്ദേഹത്തിന്റെ ഭാഷ എടുത്ത് പറഞ്ഞാൽ ഫിഅലും ഖൽഖും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യം അദ്ദേഹത്തിലേക്ക് തന്നെ ആരോപിക്കുമ്പോൾ ഒരർത്ഥത്തിൽ ഒരു ഉലൂഹിയത്ത് ബാധിക്കൽ കൂടി അവിടെ വരുന്നുണ്ടെന്നുള്ള ഇയാൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഒരു വലിയ വിഷയമാണല്ലോ. അള്ളാഹു വലിയിൽ അവതരിക്കുന്ന വാദങ്ങൾ ഇതിൽ ഒരു കുഫറിന്റെ ഭാഗത്തിലേക്ക് എത്താൻ
സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്തിനാണ് സലഫിസം ഇതിനിങ്ങനെ പേടിക്കുന്നത്? മുഅ്ജിസത്തിനെയും കറാമത്തിനെയും ഇവർ പേടിക്കുന്നത് എന്തിനാ? അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. ഒരു കണക്കുമില്ലാതെ അല്ലാഹു തആല അവൻ ഇഷ്ടദാസന്മാർക്ക് വേണ്ടതുപോലെ കൊടുക്കും എന്ന് അല്ലാഹു തആല പറയുന്നു. പക്ഷേ അള്ളാഹുവിന് പോലും ഇല്ലാത്തൊരു പേടി സലഫികൾക്ക് ഉണ്ടാവുക. അങ്ങനെ പറയുമ്പോഴേക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന ഒരു ആശങ്കയിലേക്ക് ഇവരെത്തുകയാണ്. അല്ലാതെ ഇവർ ഈ പറഞ്ഞതൊന്നും അഹ്ലുസുന്ന പറഞ്ഞതല്ല. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് പറയാം അഹ്ലുസുന്ന എന്താണ് പറഞ്ഞത് എന്ന്. മറ്റൊരു ആയത്ത് നോക്കാം നമുക്ക്. അതെ, സൂറത്ത് ആലിംറാനിലെ മറ്റൊരു ആയത്ത്, വറസൂലൻ ഇലാ ബനി ഇസ്രാഈല അന്നി ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബിക്കും. ബഹുമാനപ്പെട്ട ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം അവരുടെ മുഅ്ജിസത്ത് അള്ളാഹു വിവരിക്കുകയാണ്. അങ്ങനെ വിവരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞതുപോലെ അള്ളാഹു ആണ് ഖാലിക്കും ഫായിലുമെങ്കിൽ ഇവിടെ ഈസാ നബിയുടെ ഒരുപാട് മുഅ്ജിസത്ത് പറയുന്നുണ്ട്. അതൊക്കെ അള്ളാഹ് പറഞ്ഞത് അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ഞാനാണ് ഒരു പക്ഷിയുടെ പോലെ ഒരു രൂപമുണ്ടാക്കി ഞാൻ അതിലേക്ക് ഊതുമ്പോൾ അതിങ്ങനെ പറന്നു പോകുന്നു. ഇത് ഞാൻ ചെയ്യുന്നു എന്നാണ് ആര് പറയുന്നത്? പക്ഷേ അതൊക്കെ ഹൽക്ക് ചെയ്യുന്ന ആരെന്നെയാണ്? അള്ളാഹു ആണ്. ആത്യന്തികമായ സൃഷ്ടിപ്പ് നടത്തുന്നത് അള്ളാഹു. അതെല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അത് വേർതിരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈസാ നബി പറയാണ്, രോഗികളെ, വെള്ളപ്പാണ്ട് രോഗികളെ, കുഷ്ഠരോഗമുള്ള രോഗികളൊക്കെ ഞാൻ ശമനമാക്കും, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. ബിഇദ്നില്ല, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം ഞാൻ ജീവിപ്പിക്കും. അപ്പൊ അതിന്റെ ഫായിൽ ഞാനാണ്, ഖാലിഖ് അള്ളയാണ് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ? നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, രഹസ്യമാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇന്ന് എന്താണ് ഭക്ഷിച്ചത്, അഥവാ അദൃശ്യമായ കാര്യം ഞാൻ പറഞ്ഞു തരും. ഉനബ്യൂക്കും, ഞാൻ പറഞ്ഞു തരും എന്നാണ് വളരെ വ്യക്തമായി അള്ളാഹു പറയും. എന്നിട്ട് പറയുന്ന ഫീദാലിക്കല്ല ആയത്തല്ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ. ശരിക്കും പറഞ്ഞാലേ ഈ സലഫികൾക്കുള്ള ഒരു മറുപടി അള്ളാഹു നേരത്തെ പറഞ്ഞത് വെച്ച പോലെ തോന്നും. അതെ, ഇദ്ദേഹത്തിന്റെ ഈ വോയിസ് കേൾക്കുന്ന ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം എന്തൊരു ധൈര്യത്തോടു കൂടെയാ പറയുന്നത്. അത് കേൾക്കുന്ന അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്നവരും മറ്റു ശ്രോതാക്കൾ, അവരുടേതായ അണികളൊക്കെ വിചാരിക്കുന്നത് ഇത് വലിയ ഒരു തഹ്ഖീഖ്, വലിയൊരു കാര്യം പറയുന്നത്. വാസ്തവത്തിൽ എന്തൊരു വലിയ പൊട്ടത്തരമാണ് പറയുന്നത്. ഈ ആയത്തിൽ തന്നെ സാർ പറഞ്ഞ ഒരുപാട് തെളിവുകൾ, ഒരുപാട് തെളിവുകളുണ്ട്. നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഉബ്രിഉൽ അക്മഹ, ഞാൻ സുഖപ്പെടുത്തും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാം ഉഹ്യിൽ മൗത്ത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും എന്നാണ് പറയുന്നത്. ബിഇദ്നില്ലാ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തർക്കമില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, വൈബായ കാര്യങ്ങൾ, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ മിനിമം നമ്മൾ എടുക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും ഈസാ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഒരു പ്രവർത്തനം ഒരു ആളിലേക്ക് ചേർക്കണമെങ്കിൽ ഒന്നുകിൽ അയാൾ അതിന്റെ ഫായിലാവണം, അല്ലെങ്കിൽ ഖാലിഖ് ആവണം. അത് അദ്ദേഹം തന്നെ നേരത്തെ പറയണ്ടായി. അപ്പൊ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഇടപെട്ടു എന്ന് പറയുമ്പോൾ അമ്പിയാക്കൾക്കെതിരെയുള്ള ആരോപണം നമ്മൾ നേരത്തെ പറഞ്ഞത്. ഉസൂൽ അടിസ്ഥാനം ശരിയാവാതിരിക്കുമ്പോൾ പരിശുദ്ധമായ ദീനിനൊരു സ്വഭാവമുണ്ട്. അത് ശക്തമായ കെട്ടിടം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് ആരെങ്കിലും ഒരു ഇഷ്ടിക അടർത്തിയെടുത്താൽ അത് എല്ലാത്തിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുഅ്ജിസത്തും കറാമത്തും നേരത്തെ ഇവിടെ നിഷേധിച്ച കക്ഷികൾക്ക് എന്നാൽ അത് പതുക്കെ പറഞ്ഞ് അവർക്ക് പറ്റുന്ന രൂപത്തിൽ, അവരുടെ ഭൗതികമായ ചിന്തയിലേക്ക് പറ്റുന്ന രൂപത്തിൽ സുന്നയുടേതാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കിട്ടുന്ന അപകടങ്ങൾ അത് പരിശുദ്ധമായ ഖുർആനെതിരാകുന്നു. അതെ, അതിൽ വേറൊരു രസമുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ഈ വിവരക്കേട്, മുഅ്ജിസത്തൊക്കെ അള്ളാഹു ആണ് എല്ലാം, ഖൽഖും ഫായിലും ഒക്കെ ഇവർക്ക് യാതൊരു ഇഖ്തിയാറും ഇല്ലെങ്കിലും മുഅ്ജിസത്ത് പണ്ട് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ശത്രുക്കളോട് വെല്ലുവിളി നടത്താൻ വേണ്ടിയിട്ടാണ്. ഒരു നബിയാണെന്ന് റസൂലാണെന്ന് ബോധിപ്പിക്കാനുള്ളത്. അപ്പൊ ശത്രുക്കൾ വന്നിട്ട് ഇത് ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഇന്ന ദൃഷ്ടാന്തം ഉണ്ടല്ലോ, ആ ദൃഷ്ടാന്തം എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ പ്രവാചകൻ അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്ത് നോക്കണം, കിട്ടിയാ കിട്ടി എന്ന്. അതുകൊണ്ടാണ് ഇതിന്റെ ഇപ്പൊ നമ്മൾ ഓതിയ ഈ ആലിമ്രാനിലെ 49ാമത്തെ വചനാണല്ലോ, അതിന്റെ തഫ്സീർ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. നോക്കൂ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം മുഅ്ജിസാത്തുകളൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ യതഅന്നതൂന അലൈഹി വത്വാലബൂഹു ബിഖൽഖി ഖുഫാഷ് ഫഅഖദ തീനൻ വസബറഹു. ശത്രുക്കൾ വന്നിട്ട് ഇത് ഒരു വവ്വാലിനെ പടച്ചു തരോ, ഹൽക്ക് ചെയ്തു തരുമോ എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ആ സമയത്ത് ഈസാ നബി എന്താ ചെയ്ത്? മണ്ണെടുത്തു, അതിനെ ഒരു രൂപം ഉണ്ടാക്കി, എന്നിട്ട് സുമ്മ നഫഖ ഫീഹി, എന്നിട്ട് അതിലേക്ക് ഊതി.
അങ്ങനെ ഊതിയപ്പോൾ ആകാശഭൂമിയുടെ ഇടയിൽ അന്നേരം ഈസാ നബി നോക്കട്ടെ, എനിക്ക് കഴിയുമെന്ന് അറിയില്ല, ഞാനല്ലല്ലോ ഇതിന്റെ ഇഖ്തിയാറൊന്നും എനിക്കില്ലല്ലോ. അപ്പൊ ഞാൻ മണ്ണെടുത്തിട്ട് അതിലിങ്ങനെ ഊതിയിട്ട് മേലേക്ക് എറിഞ്ഞു നോക്കുമ്പോൾ അതെങ്ങാനും പറക്കാണ്ട് താഴെ വീണ് കഴിഞ്ഞുള്ള കാര്യം ആലോചിച്ച് നോക്കിയേ. നമ്മളിവിടെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അമ്പിയാക്കന്മാരുടെ സ്ഥാനം എന്തിനാണ് ഇങ്ങനെ ഇടിച്ചു താഴ്ത്തുന്നത്? നമ്മൾ പറയാം, നമുക്ക് കൈ ഉയർത്താൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരു വലിയനോ ഒരു നബിക്കോ അവർക്ക് മുഅ്ജിസത്തായിട്ടോ കറാമത്തായിട്ടോ ചെയ്യുന്ന കാര്യത്തിന് ഒരു സ്വാതന്ത്ര്യം അവർക്കില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരുടെയും മഹത്വങ്ങൾ ഇടിച്ചു താഴ്ത്തി ഇപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ മഹാന്മാരാണെന്ന് പറഞ്ഞ് പതുക്കെ 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 അയച്ചു കൊണ്ടുവരിക. പക്ഷെ അത് പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടു പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാണ് അവരുടെ സ്വാതന്ത്ര്യത്തിനെ അല്ലെങ്കിൽ അവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള കഴിവിനെ നമ്മളിങ്ങനെ നിക്ഷിപ്തമാക്കാൻ, അതിനെ ചുരുക്കി കെട്ടാൻ നമ്മൾ ആരാണെന്നുള്ളതൊരു ചോദ്യമാണ് അവിടെ പ്രസക്തം. വാസ്തവത്തിൽ ഇതിൽ അമ്പിയാക്കളുടെയും ഔലിയാക്കൾക്കുള്ള ഒരു ബഹുമാനത്തെ താഴ്ത്തലാണ് ഇതിന്റെ ഒക്കെ ലക്ഷ്യം എന്നാണ്. ഉസ്താദെ, മറ്റൊരു ഹദീസ് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് ഖുറാന്റെ ആയത്തുകൾ എടുത്താൽ ഒരുപാട് പറയാനുണ്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള മൂസാ നബിയുടെ വടി ഇട്ടുമ്പോ പാമ്പാവുന്ന വിഷയമായാലും അതുപോലെ പാറക്കല്ലടിക്കുമ്പോ വെള്ളം വരുന്ന വിഷയമായാലും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്കതിൽ പറയാവുന്നുള്ളൂ. എന്നാൽ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്, ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നീണ്ട ഒരു ചരിത്രമാണ്. അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്കറിയാം, ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സ്ത്രീ വ്യഭിചാര ആരോപണം നടത്തുകയാണ്. ആ സ്ത്രീ വേറൊരാളുമായി വ്യഭിചരിച്ച് അതിൽ നിന്നുണ്ടായ ഒരു കുട്ടിയുമായി വന്ന് ജുറൈജ് തങ്ങളോടുള്ള വൈരാഗ്യത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടി ജുറൈജ് തങ്ങളുടെയാണ് എന്ന് അവകാശപ്പെടുകയാണ്. അങ്ങനെ ആ സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശ്രമം അത് തകർത്ത് കളയുകയൊക്കെ ചെയ്ത് ചീത്ത വിളിച്ച് ഇറക്കി വിട്ട സംഭവമാണ്. ആ സമയത്ത് ജുറൈജ് തങ്ങൾ അവിടെ നിന്ന് ഉദു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നേരെ ആ കുട്ടീൻ്റെ അരികിലേക്ക് വരികയാണ്. കുട്ടീൻ്റെ അരികിലേക്ക് വന്നിട്ട് മൻ അബൂക യാ ഗുലാം, ഇതൊരു നബിയല്ലാന്ന് കൂടി നമ്മൾ ആലോചിക്കില്ല, ഒരു വലിയ നിന്റെ വാപ്പ ആരാണ് കുട്ടി എന്ന് ആ തൊട്ടിലിൽ കിടക്കുന്ന ജനിച്ച ഉടനെയുള്ള കുട്ടിയോട് ചോദിക്കുകയാണ്. ആ ചോദിക്കാനുള്ള ധൈര്യം എന്തായിരിക്കും? ഇഖ്തിയാറുണ്ട് എന്നുള്ളതല്ലേ? അല്ലെങ്കിൽ അപ്പൊ ആ കുട്ടി പറയാണ് അറായി ഇന്നാലിന്ന ആട്ടിടയനാണ് എന്ന് പറഞ്ഞിട്ട് ആളെ കാണിച്ചു കൊടുക്കാണ്. അതെ, ഈ വിഷയങ്ങള് ഇവര് ഫൈസൽ മൗലവി പറഞ്ഞ പോലെ ആണെങ്കിൽ അദ്ദേഹം ആരാണ് നിന്റെ വാപ്പ എന്ന് പറയുമ്പോ കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞാനുള്ള കാര്യം ആലോചിക്കുക. കാരണം ചോയ്സ് ഇല്ലല്ലോ. നമുക്കിപ്പോൾ ഉദാഹരണം ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനുള്ള ധൈര്യം എന്താ? അത് നമുക്കതിൽ ചോയ്സ് തന്നിട്ടുണ്ട്. ഒരു വലിയ അല്ലെങ്കിൽ ഒരു നബിക്ക് മുഅ്ജിസത്ത് നടപ്പിലാക്കാൻ അങ്ങനത്തെ ചോയ്സ് ഇല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇത്രയും സങ്കീർണമായ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട വലിയോടെ വഷളാകും എന്നല്ലേ ഇവര് പറഞ്ഞതിന്റെ അർത്ഥം? അതെ. ഇനി നോക്കൂ, ഈ ഹദീസിനെ വിശദീകരിച്ച് ഇവര് നേരത്തെ പറഞ്ഞല്ലോ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളെ കുറിച്ച്. അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ എന്താ പറഞ്ഞത്? ഈ ഹദീസ് മാത്രം മതി. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയാണ്, ഫീഹി ഇസ്ബാത്തു കറാമാത്തിൽ ഔലിയാ. ഇതില് ഈ ഹദീസിൽ നിന്ന് ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് കിട്ടും. വഖൂൽ കറാമത്തി ലഹും ബിഖ്തിയാരിഹിം വത്വലബിഹിം. അപ്പൊ അഹ്ലുസുന്ന ആരുടെ കൂടെ നമുക്ക് മനസ്സിലാവും? ഔലിയാക്കൾ മഹാന്മാർ അവരുടെ ഇഖ്തിയാറ് കൊണ്ട് അവർക്ക് യഥേഷ്ടമായി അവർക്ക് ആവശ്യപ്പെടുമ്പോഴൊക്കെ ആ കറാമത്ത് സംഭവിക്കും എന്നതിനുള്ള വ്യക്തമായ തെളിവും ഇതിലുണ്ട് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളാണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾക്ക് അറിയാത്തൊരു അഹ്ലുസുന്നയാണ് ഇവർ കൊണ്ടുവരുന്നത് മനസ്സിലാക്കാം. ഇത് വളരെ രസകരമായ സംഭവമാണ്. ഇനി നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, നബവി ഇമാമിനെ ആർക്കും തള്ളാൻ പറ്റില്ലല്ലോ. ആ നബവി ഇമാം അവിടുത്തെ ശറഹ് മുസ്ലിമിലും സെയിം ഇബാറത്ത് കൊണ്ടുവരികയാണ്. ഈ ഔലിയാക്കൾക്ക് അവരുടെ കറാമത്ത് അവരുടെ ഇഖ്തിയാറ് കൊണ്ട് ഉണ്ടാവും. മിൻഹാ ഇസ്ബാത്തു കറാമാത്തിൽ ഔലിയാഇ വഹുവ മദ്ഹബു അഹ്ലിസുന്ന. അഹ്ലുസുന്ന എന്താണ് ഇമാം നബവി തങ്ങൾ പറഞ്ഞു? ഖിലാഫൻ ലിൽ മുഅ്തസില. ആർക്ക് അംഗീകരിക്കാൻ പറ്റില്ല? മുഅ്തസിലത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. വഫീഹി അന്ന കറാമാത്തിൽ ഔലിയാഇ ഖദ് തഖഉ ബിഖ്തിയാരിഹിം വത്വലബിഹിം. ഔലിയാക്കളുടെ കറാമത്ത് അവരുടെ ഇഖ്തിയാറ് കൊണ്ടും തൊലബ് കൊണ്ടും സംഭവിക്കാറുണ്ട്. അതിൽ തർക്കമില്ല. അതാണ് നമ്മളുടെ വിശ്വാസപ്രകാരം അനുസരിച്ച് സ്വഹീഹാകുന്നത്. അതാണ് സ്വഹീഹായ അഭിപ്രായം. അപ്പൊ നമുക്കിവിടെ 2 കാര്യം മനസ്സിലായി. ഇപ്പോ ഫൈസൽ മൗലവി വിശദീകരിച്ചതനുസരിച്ച് ഈ അഹ്ലുസുന്നയിൽ നിന്ന് ഒന്നുകിൽ ഈ 2 ഇമാമികൾ പുറത്തു പോകണം,
പുറത്തു പോകും. അപ്പൊ ഇവരുണ്ടാക്കുന്ന അഹ്ലുസുന്ന എന്താണ്? അതാണ് നവവിമാമും ഇബ്നു ഹജർ അസ്ഖലാനി ഇതേ വിഷയം തന്നെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കാം. ഖസ്തലാനി പറഞ്ഞിട്ടുണ്ട്. ഇതേ ബുഖാരിയുടെ ലോകം അംഗീകരിക്കുന്ന ശറഹാണ് ഖസ്തലാനി, അതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഉംദത്തുൽ ഖാരിയില് ഇതേ വിഷയം എന്തായിട്ടുണ്ട്, ബുഖാരി തന്നെ മഷ്ഹൂറായ മറ്റൊരു ശറഹാണല്ലോ, അതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിരവധി ഇമാമികൾ എന്തായിട്ടുണ്ട്, തൗളീഹ് എന്ന കിതാബിൽ എന്തായിട്ടുണ്ട് ഇബ്നുൽ മുലഖിൻ പറഞ്ഞിട്ടുണ്ട്. 804 ഓരോ വഫാത്ത്. അതേപോലെ തന്നെ ദലീലുൽ ഫാലിഹീൻ എന്ന കിതാബിലും എന്തായിട്ടുണ്ട് വിക്രിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിരവധി പണ്ഡിതന്മാര് ഇതിനെ സമർത്ഥിച്ചിട്ടുണ്ട്. ഇത് ഈ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ എന്തായിട്ടുണ്ട്. അപ്പൊ അഹ്ലുസുന്ന എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ലോകം അംഗീകരിക്കുന്ന നവീമാമിനെ പോലെയുള്ള ഖസ്തലാനെ പോലെയുള്ള അസ്ഖലാനി തങ്ങളെ പോലെയുള്ള ആളുകൾ മുഴുവനും ഔലിയാക്കൾക്ക് അവർക്ക് യഥേഷ്ടം ഇഖ്തിയാർ കൊണ്ട് അവർക്ക് കറാമത്ത് ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സ്വഹീഹ് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അതുപോലെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ, ഇതൊക്കെ തന്നെയാണ് വിളിച്ചു. ഇപ്പോൾ നമുക്ക് ഉസ്താദേ പറഞ്ഞ കൂട്ടത്തിലെ ഒരു കൂട്ടം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ പറയാണ്ട്. സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, വെള്ളം വേണം വേണമെന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അതിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ വിരൽ മുക്കി വെക്കുകയും ചെയ്യുന്ന സന്ദർഭമുണ്ട്. അവിടെ നബി തങ്ങൾ ഒരിക്കലും വെപ്രാളപ്പെടുന്നില്ല, ഒരിക്കലും വെപ്രാളപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം തങ്ങളുടെ മുഅ്ജിസത്ത് പ്രവർത്തിക്കുന്നത് അവിടുത്തെ ചോയ്സ് കൊണ്ടാണെന്ന് അവിടുത്തേക്ക് നല്ലോണം അറിയാം, ഇഖ്തിയാറുണ്ടെന്ന് അവിടുത്തേക്ക് അറിയാം. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇതാ ഞാൻ തരാം വെള്ളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നബി തങ്ങൾ തന്നെ ഒരിക്കലും ഹദീസിൽ വിശദമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ അനൽ ഖാസിമു വല്ലാഹു ഹുവൽ മുഅ്തി. ഇങ്ങനെ വിശ്വസിച്ചാൽ എന്താണ് പ്രശ്നം? ഞാൻ ഇത് വിതരണം ചെയ്യുന്ന വിതരണക്കാരൻ മാത്രമാണ്, വിതരണക്കാരന് അതിൽ ഇടപെടാൻ കഴിയില്ല എന്നാണോ ഈ പറഞ്ഞേ? ഇവർ പറഞ്ഞ പോലെ നിർനിമേഷനായി ഒന്നും ഇടപെടാൻ കഴിയാത്ത ആളെന്നല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ വിതരണക്കാരനാണ്, അള്ളാഹുവാണ് ഈ വിതരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്കതിൽ സ്വാധീനമുണ്ട്, ഒരു വിതരണക്കാരനുള്ള സ്വാധീനം എന്തായാലും അതിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കൈ പ്രവർത്തിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ കൈ ചലിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനുള്ള ഹറക്കത്ത് അള്ളാഹു തആല ഹൽക്ക് ചെയ്തു തരുന്ന പോലെ നിബിധങ്ങൾ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം വരണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു ഹൽക്ക് ചെയ്ത് കൊടുക്കാണ്. അല്ലെങ്കിൽ ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഇതുപോലത്തെ വിഷയത്തിലേക്ക് വന്ന ധാരാളം ഹദീസുകൾ ഇങ്ങനത്തെ കാണാൻ പറ്റും. നിങ്ങൾ കൈയിടുമ്പോ വെള്ളം വരുന്നില്ല, അള്ളാഹു ഇപ്പൊ അത് ഹൽക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഹൽക്ക് റസൂലുള്ളാഹിക്ക് ആദ്യം തന്നെ അറിയാമെന്ന് പറയേണ്ടി വരും. അബദ്ധത്തിലേക്കാണ് പോവുക. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവൃത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് ചേർത്തി എന്ന് പറയുന്നത്. അപ്പോ ഉലൂഹിയത്തിന്റെ വാദത്തിലേക്ക് വരും. എങ്ങനെ പറഞ്ഞാലും അഹ്ലുസുന്നയുടെ ഉസൂലിൽ അടിസ്ഥാനത്തിൽ നിൽക്കാതെ അവരവർക്ക് തോന്നുന്ന കാര്യങ്ങളെ അഹ്ലുസുന്നയുടെ അടിസ്ഥാനമാണെന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പടുത്തുയർത്തിയിട്ടുള്ള ഒരു ശക്തമായ ഇരുമ്പ് കോട്ടയാണ്. ഇതിന് വെറുതെ കൈകൊണ്ട് ഇടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അങ്ങനെ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അവരൊക്കെ പരിഹാസ്യരായി പോയതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും രസകരമായൊരു സംഭവം, ഇവരിപ്പോൾ ഇതാണ് അഹ്ലുസുന്ന എന്ന് പറഞ്ഞ് ഇവിടെ അവതരിപ്പിച്ച കാര്യത്തിൽ അഹ്ലുസുന്നയുടെ ഒരു ഇമാമിനെയും ഉദ്ധരിച്ചു കണ്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം കൂടി ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവർ എന്ത് പറഞ്ഞാലും ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാണല്ലോ ചോദിച്ചിരുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞ വിശദീകരണം ഏത് ഹദീസിന്റെ ഏത് ആയത്തിന്റെ തെളിവിലാണ് അവർ കൊണ്ടുവന്നത്? മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞു. അതാ മൂസ നബി അലൈഹി ഇസ്ലാം മറ്റൊരു സമയത്ത് വടി പാമ്പാക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ഘട്ടം മാത്രമാണ് അദ്ദേഹം പറഞ്ഞു പോയത്. രണ്ടാമത്തെ ഘട്ടത്തിൽ അഭിചാരക്കാർ വരുന്ന സന്ദർഭത്തിൽ, സാഹിര്യങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അവിടെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് കോൺഫിഡൻസോട് കൂടിയാണ്. നിങ്ങളുടെ വടിയിട്ട് നിങ്ങൾക്ക് എന്താണോ പാമ്പാക്കാനുള്ളത്, കയറോ വടിയോ എന്ത് വേണമെങ്കിലും പാമ്പാക്കിക്കോളൂ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രാവശ്യം അറിഞ്ഞില്ല. അതാണ് അദ്ദേഹത്തിന്റെ തെളിവാണ്. നമ്മളെ വാദം അഹ്ലുസുന്നന്റെ വാദം എന്ന് വിചാരിച്ച് ഒരു വലിയ അറിയാതെ കറാമത്ത് മുഅ്ജിസത്ത് ഉണ്ടാകില്ല എന്നല്ല, അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇഖ്തിയാറിന്റെ ഭാഗം എന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാവേണ്ട പ്രധാനം. അത് സത്യം പറഞ്ഞ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ മുഅ്തസിലികൾ പൂർണ്ണമായിട്ടും ഈ കറാമത്ത് നിഷേധത്തിലേക്ക് പോയി. അതിന്റെ ഓരം പറ്റിയാണ് പലപ്പോഴും സലഫികൾ സഞ്ചരിക്കുന്നത് എന്നാണ്. അഹ്ലുസുന്നയിലേക്ക് വരുന്നില്ല, പകരം പാതി സലഫിസവും അല്ലെങ്കിൽ പാതി ഈ മുഅ്തസിലി വാദവും കുറച്ച് അഹ്ലുസുന്നയുടെ വാദവും കൂടി പതുക്കെ പാതിയാക്കിയിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഏത് കാര്യത്തിലും സലഫിസം ചെയ്തതെന്ന് നമുക്ക് സമർത്ഥിക്കാൻ കഴിയും.